എന്തു പറയാനാ, ഭഗവതിയാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീട് കാണാൻ വന്നപ്പോ കൊണ്ടു തന്ന നിലവിളക്ക എത്ര കൊല്ലത്തെ പഴക്കമുള്ളാണെന്ന് അറിയാവോ? കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടോണ്ട് പോവോ അമ്മേ? പിന്നെ കള്ളന്മാർ അതൊക്കെ നോക്കിയിട്ടില്ലേ കക്കാൻ നടക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ കുടുംബത്തിന് ഐശ്വര്യക്കേട്. ആണായിട്ട് ഒരുത്തനും ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാട് തിരങ്ങാൻ. പിന്നെ പാതിരാത്രിക്കല്ലേ കയറി വരുന്നത്. എനിക്ക് ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. വെറും 10ാം ക്ലാസ് പാസ്സായതിന് കൂലിപ്പണി പോലും കിട്ടൂല ഇന്നത്തെ കാലത്ത്. എല്ലാത്തിനും നിനക്കൊരോ ന്യായങ്ങളുണ്ടാവും. ഓ, അമ്മ തുടങ്ങി. ചേട്ടാ, നമ്മുടെ നിലവിളക്കാരോ കട്ടോണ്ട് പോയി. അയ്യോ, എപ്പോ? സന്ധ്യയ്ക്ക് ഞാൻ കത്തിച്ചു വെച്ചതാ. പോയി, സകലതും പോയി. സന്ധ്യാസമയത്ത് ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്നതായിരുന്നു ആകെ കൂടി ഈ വീടിനുണ്ടായിരുന്ന ഐശ്വര്യം. അത് പോയി കിട്ടി. അച്ഛനും നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ? എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കുറെ ദിവസം മുമ്പ് പുറത്ത് വെച്ചിരുന്ന ചെമ്പ് കൂടെ എടുത്തോണ്ട് പോയി. പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി. ഇപ്പത്തെ നിലവിളക്ക്. എന്റെ ബലമായ വിശ്വാസം നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കുട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ട് വിൽക്കുന്നതാണെന്ന്. അച്ഛാ, എന്താ ഈ കേൾക്കുന്നത്? മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ഇടിച്ചെല്ലാത്തിന്റെ എല്ലാവരും വരും. കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷെ പോലീസുകാർ ഇടിച്ച് എല്ലാവരും കണ്ടു നിൽക്കാനുള്ള ശേഷി നിന്റെ അമ്മയ്ക്കുണ്ടാവില്ല. ഇതല്ലേടാ വിളക്ക്? ആ, ഒരു 150 രൂപയും എടുത്തേ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.